അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഒരു പോസ്റ്റ് കണ്ട് അതിന്റെ പേരിൽ എടുത്ത വീഡിയോ ചെയ്തു. ഒരാളല്ല, ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. അതായത് ആ പോസ്റ്റിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ദാരിദ്ര്യത്തിൽ 5ാം സ്ഥാനത്തിലാണ് ഉള്ളത് എന്നുള്ളത് ആൾക്കാരോട് പറയുന്നതാണ്. അപ്പൊ അത് നമുക്ക് സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ജമിനിലൂടെ ചോദിക്കാം, എന്നിട്ട് ആളുകളിലേക്ക് എത്തിക്കാം. ജമിനി, ഏറ്റവും ദാരിദ്ര്യത്തിലുള്ള 5 രാജ്യത്തിന്റെ പേര് പറയാമോ? ഇന്ത്യ എത്രാം സ്ഥാനത്തിലാണ് ദാരിദ്ര്യത്തിലുള്ളത്? കേരളം എങ്ങനെയാണ്? ലോകത്തിലെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. ദാരിദ്ര്യം അളക്കുന്നത് സാധാരണയായി ഒരാളുടെ പ്രതിശീർഷ വരുമാനം GDP പെർ ക്യാപിറ്റ അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI എന്നിവ ഉപയോഗിച്ചാണ്. ലോകബാങ്കിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ 5 രാജ്യങ്ങൾ ഇവയാണ്. ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ 5 രാജ്യങ്ങൾ: 1 ദക്ഷിണ സുഡാൻ സൗത്ത് സുഡാൻ, 2 ബറുണ്ടി ബുരുണ്ടി, 3 മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, 4 സൊമാലിയ സൊമാലിയ, 5 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ DR കോങ്കോ. ഇന്ത്യയുടെ സ്ഥാനം ഓരോ സൂചികകളിലും വ്യത്യസ്തമാണ്. 2024 മുതൽ 25 വരെ കാലഘട്ടത്തിലെ കണക്കുകൾ പ്രകാരം ആഗോള പട്ടിണി സൂചിക ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2024 റിപ്പോർട്ട് പ്രകാരം 127 രാജ്യങ്ങളിൽ ഇന്ത്യ 105ാം സ്ഥാനത്താണ്. ഇത് ഗുരുതരമായ സീരിയസ് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ബഹുതല ദാരിദ്ര്യ സൂചിക മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഇന്ത്യ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ദാരിദ്ര്യം കുറയ്ക്കുന്നതിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് പുറത്തു വന്നെങ്കിലും ജനസംഖ്യ കൂടുതലായതിനാൽ ദരിദ്രരുടെ എണ്ണത്തിൽ ഇന്ത്യ ഇപ്പോഴും മുൻനിരയിൽ തന്നെയാണ്. കേരളവും ഇന്ത്യയും ഒരു താരതമ്യം. ഹാരിസ്, താങ്കൾ പാലക്കാട് കേന്ദ്രീകരിച്ച് സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയായതുകൊണ്ട് ഈ കണക്കുകൾ താങ്കൾക്ക് ഏറെ ഉപകാരപ്പെടും. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും മികച്ച നിലയിലാണ്. ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം. നീതി ആയോഗിന്റെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള സംസ്ഥാനം കേരളമാണ്. ദാരിദ്ര്യ നിരക്ക്. കേരളത്തിലെ ദാരിദ്ര്യ നിരക്ക് കേവലം 5% അടുത്താണ്. ഇത് ദേശീയ ശരാശരിയേക്കാൾ ഏകദേശം 15% വളരെ താഴെയാണ്. കാരണങ്ങൾ: മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ, സാക്ഷരത, വിദേശത്തു നിന്നുള്ള വരുമാനം, ശക്തമായ പൊതുവിതരണ സമ്പ്രദായം, റേഷൻ, സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ എന്നിവ കേരളത്തെ ഈ നേട്ടത്തിന് സഹായിക്കുന്നു. ചുരുക്കത്തിൽ, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ മോഡൽ സംസ്ഥാനം തന്നെയാണ് കേരളം. കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെ കുറിച്ച് അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇപ്പോ കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് വളരെ മികച്ച ഒരു ഭരണം തന്നെയാണ്. അത് നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, അതിൽ നമുക്ക് ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സംസ്ഥാനവും നല്ല ഭരണവും കാഴ്ചവെക്കുന്നത് കേരളം തന്നെയാണ്. ഇത് പാർട്ടി ബേസിൽ പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഭരണത്തെയും കുറ്റം പറഞ്ഞാലും യഥാർത്ഥത്തിൽ സത്യം ഇത് തന്നെയാണ്. കേന്ദ്ര സർക്കാർ ഇവിടെ എത്രമാത്രം വികസനം കാഴ്ചവെക്കുന്നോ അതുപോലെ തന്നെ പിണറായി സർക്കാരുടെയും മോദി സർക്കാർ എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്യുന്നോ അതേപോലെ പിണറായി സർക്കാർ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ 2 ആളെയും ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 2 ആളുടെയും വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയങ്ങൾ കൊണ്ടായിരിക്കാം. അവരവരുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മറ്റുള്ളവരെ കരുതി വാരി തേക്കുകയാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ഇന്ത്യ വികസനിക്കണം, കേരളം എപ്പോഴും 1ാം നമ്പറായിട്ട് നിൽക്കണം. ഇതൊക്കെയാണ് നമ്മളുടെ ആഗ്രഹം. ഇന്ത്യയും ലോകരാജ്യങ്ങളുടെ നമ്പർ 1 ആയിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ ഏറ്റവും നല്ല സംസ്ഥാനം കേരളം തന്നെ ആയി നിൽക്കണം. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിലൂടെ പറയാം.